എന്ത് ചൂടാല്ലേ. നമുക്കിന്നൊരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു നല്ലൊരു ഡ്രിങ്ക് ഉണ്ടാക്കിയാലോ. ഗ്രീൻ ഗ്രേപ്സ് വെച്ചിട്ട് നമ്മൾ വെള്ളമുന്തിരിയിൽ ഇപ്പോൾ റോഡ് സൈഡിലൊക്കെ ഇഷ്ടം പോലെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന കാണാം, സമ്മറല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് ഇതിനായിട്ട് നമുക്ക് വേണ്ടത് 2 കപ്പ് വെള്ളമുന്തിരി കേട്ടോ. സീഡ്ലെസ് തന്നെ എടുക്കണം. അതിൻ്റെ കൂടെ വളരെ കുറച്ച് സാധനങ്ങൾ മതി, അത് ഞാൻ ആഡ് ചെയ്യുമ്പോൾ പറയാം. ഓക്കെ, ഒരു ബ്ലെൻഡറിലേക്ക് നമുക്ക് ഈ ഗ്രേപ്സ് 2 കപ്പ് ആഡ് ചെയ്യുക. ഇത്രയും ഇഞ്ചിയും പച്ചമുളകൊന്നും കണ്ട് പേടിക്കേണ്ട കേട്ടോ. ഇതിനകത്തൊരു ചെറിയ കഷ്ണം മതി, ഏറ്റവും ചെറിയൊരു കുഞ്ഞി പീസ്. ഓക്കെ, അത്രേ ഇടാവുള്ളൂ. അടുത്തത് വേണ്ടത് ഈ പച്ചമുളകിൻ്റെ ഒരു ചെറിയ പീസ്. നമ്മൾ ഓംലെറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു കുഞ്ഞു വട്ട പീസ് ഇടില്ലേ, എരിവ് കൂടിപ്പോയേ ചേർത് ഒരു ടിൻറ്റ് മതി എരിവിൻ്റെ. പിന്നെ വേണ്ടത് മിൻറ്റ് ലീവ്സ് ആണ്, നല്ല ഫ്രഷ് വീട്ടിൽ തന്നെ കേട്ടോ ഇത്. പിന്നെ വേണ്ടത് ഒരു ഹാഫ് ലെമൺ, നാരങ്ങ, നല്ല പഴുത്ത നാരങ്ങ. സീഡ്സൊക്കെ മാറ്റിയിട്ട് ആ ലൈം ജ്യൂസ് കൂടെ ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര, അതായത് നമ്മുടെ ഈ ഗ്രേപ്സ് മധുരമുള്ളതാണെങ്കിൽ 1 സ്പൂണൊക്കെ മതി കേട്ടോ. ഞാനൊരു 1.5 സ്പൂൺ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു 2 നുള്ള് ഉപ്പ് അതുകൂടെ ആഡ് ചെയ്യണം. ഇതെല്ലാം ഈ ഒരു ഫ്ലേവേഴ്സ് എല്ലാം ഒന്ന് ബാലൻസ് ആവാനാണ് നമ്മൾ സോൾട്ട് ആഡ് ചെയ്യുന്നത്. പിന്നെ ഒരു 3 ഐസ് ക്യൂബ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇത് നമുക്കൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഈ ഡ്രിങ്കിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരിക്കലും നിങ്ങൾ സ്ട്രെയിൻ ചെയ്യരുത് കേട്ടോ, അരിച്ചെടുക്കരുത്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക, അത് മാത്രം മതി. എന്നിട്ട് നല്ല ഐസൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് നല്ല തണുപ്പിച്ചിട്ട് ഇതൊന്ന് കുടിച്ചു നോക്കൂ. ഇതിൻ്റെ ഒരു കളറ് കണ്ടോ, ഒരു നല്ലൊരു പിസ്ത ഗ്രീൻ. ഭയങ്കര രസമായിരുന്നു കാണാൻ തന്നെ. കണ്ടാൽ തന്നെ നമുക്കിത് കുടിക്കാൻ തോന്നും. കുടിച്ചാലോ വളരെ റിഫ്രഷിംഗ് ആണ്. ഈ ഒരു ഡ്രിങ്ക് മസ്റ്റ് ട്രൈ ആട്ടോ ഈ സമ്മറിൽ. ഇത് ഈ വൈറ്റ് ഗ്രേപ്സ് വെച്ചിട്ട് ഈ ഒരു ജ്യൂസ് നിങ്ങൾ എന്തായാലും ഉണ്ടായി നോക്കണം. ഇത് മിസ് ചെയ്യരുത്.